എന്നാലും മിണ്ടാപ്പൂച്ച കലോടച്ച് കളഞ്ഞല്ലോ. ഇത്രയും നാള് ഒരൊറ്റ മനസ്സായിട്ട് നമ്മളെല്ലാരും ഇവിടെ കഴിഞ്ഞിട്ട് ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനൊരു ഇഷ്ടമുള്ളത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ എല്ലാം കലങ്ങി തെളിഞ്ഞത്. എന്നാലും ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നതിന് ചേച്ചിയെ സമ്മതിക്കണം. അല്ല, നിങ്ങൾ തമ്മിലുള്ള റൊമാൻസ് തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാവും? ഒന്ന് പോ പിള്ളേരെ, കളിയാക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. കളിയാക്കും, ഞങ്ങൾ ഇനിയും കളിയാക്കും. ഇത്രയും നാള് ഞങ്ങളിൽ നിന്ന് ഈ പ്രേമം ഒളിപ്പിച്ചു വെച്ചതല്ലേ, അപ്പോൾ ഇത്തിരി കളിയാക്കൽ സഹിച്ചേ പറ്റൂ. ഞാൻ എന്താ ഒളിപ്പിച്ചു വെച്ചു? ദേ, ഞാനും ഹരിമാഷും തമ്മിൽ നിങ്ങൾ കരുതുന്ന പോലെ വീടെടുത്ത് കിടന്ന ഉരുളല്ലേ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. കണ്ടോ കണ്ടോ, ആ മുഖത്ത് ചമ്മല് കണ്ടോ? ഏയ് ചേച്ചി, അത് ചമ്മലല്ല, അത് നാണമാ. പുതുപ്പെണ്ണാവാൻ പോകുന്നതിന്റെ നാണം. എന്താ ഇവിടെ തമാശ? എന്നോടും പറ, ഞാൻ കൂടെ ചിരിക്കട്ടെ. കണ്ടു ഏട്ടാ, ഇവരെന്നെ വെറുതെ കളിയാക്കുവാ. ഇത്രയും നാള് ഞങ്ങളെ പൊട്ടത്തിയാക്കിയ ചേച്ചിയെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഏട്ടാ? ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ മോളെ. ഏട്ടാ മോളെ, നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ എന്നോട് പറയായിരുന്നില്ലേ? പറയണമെന്നുണ്ടായിരുന്നു ഏട്ടാ, പക്ഷേ ഏട്ടനത് എങ്ങനെ ഉൾക്കൊള്ളൂന്ന് അറിയാത്തോണ്ട്. ശരി, അത് വിട്ടേക്ക്. ഇനിയെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങളത് എന്നോട് തുറന്നു പറയണം. നമ്മുടെ അമ്മ കാരണം ഉണ്ടായ ചീത്തപ്പേര് ഇപ്പോഴീ കുടുംബത്തിൽ നിന്ന് മാറിയിട്ടില്ല. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് കർക്കശക്കാരനായത്. എന്റെ മക്കൾ ഒരിക്കലും ഒരു മോശം പേര് കേൾപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധം. എന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളല്ല കേട്ടോ ഏട്ടൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും ഇഷ്ടം തോന്നിയ അതെ ഇവളെ പോലെ മറച്ചു വെക്കരുത്. എന്നോടപ്പം തന്നെ തുറന്നു പറയണം. എന്താ പറയുമല്ലോ? പിന്നെ എനിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയ ഞാൻ അത് അപ്പ തന്നെ ഏട്ടനെ അറിയിച്ചേക്കും. അയ്യോ, എടി കാന്താരി, അയ്യോ എടി, ഒറ്റന്ന് വീഴില്ല. എടി, നിക്ക. നിക്കടി. എടി കുഞ്ഞി, നിക്കടി അവിടെ. എടി നിക്ക. അയ്യോ, എന്താ ഗിരിക്കുഞ്ഞെ, ഇതുവരെ കുട്ടിക്കളിയൊന്നും മാറിയില്ലേ? അത് പിന്നെ അവളുടെ ഓരോരോ കുസൃതികൾ. ചേട്ടത്തി ഇരിക്കും. ഓ, ഞാൻ ഇരുന്നാലെന്താ നിന്നാലെന്താ? അതെന്താ ചേട്ടത്തി അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ ഈ രത്നക്കുഞ്ഞിനു വേണ്ടി വെയില് കൊണ്ടതും നടന്നു മുട്ടു തേഞ്ഞതും ഒക്കെ വെറുതെ ആയില്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. അത് പിന്നെ ചേട്ടത്തി, ഇവക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോ ആ കല്യാണം ഒന്ന് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്? അത് തന്നെയാ നല്ലത്. അതിനിപ്പോ ആരാ എതിരഭിപ്രായം പറഞ്ഞത്? സ്വർഗത്തിൽ വെച്ച് കെട്ടുകല്യാണം കഴിഞ്ഞവരെ ഭൂമിയിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നു. അത് തന്നെയാണ് എന്റെ പക്ഷവും. ചേട്ടത്തിക്ക് നോ പേ മണി, നോ ക്യാഷ്, നോ ഫീസ്. ചേട്ടത്തിയുടെ പൈസയുടെ കാര്യമല്ലേ? ചേട്ടത്തി ചെക്കൻ ചേട്ടത്തി കൊണ്ടുവന്ന ആളല്ലെങ്കിലും ചേട്ടത്തിക്ക് തരാന്ന് പറഞ്ഞ പൈസ ഞാൻ തരാം. അത് മതി, അത് കേട്ടാ മതി.